റിപ്പോർട്ട് ബ്രേക്കിംഗ്. ലഹരി സംഘങ്ങളുടെ ശല്യം കാരണം ദുരിതത്തിലായിരിക്കുന്ന നെയ്യാറ്റിൻകരയിലെ ഒരു കൂട്ടം കർഷകരുടെ വാർത്തയാണ് ഇനി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നെയ്യാറ്റിൻകര തൊഴുക്കൽ ഭാഗത്തെ കർഷകരുടെ 4.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന വാഴയും മരച്ചീനിയും ഉൾപ്പെടെ ലഹരി സംഘങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി രാത്രികാലങ്ങളിൽ ഏലകളിൽ ലഹരി സംഘങ്ങളുടെ ശല്യമുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. സ്ഥലത്തു നിന്നും അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ആ കാഴ്ചയൊന്ന് ആദ്യം പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കൂ. എന്താണ് ഈ മരച്ചീനിക്കും നേന്ത്രക്കായ കൃഷിക്കും ഒക്കെ സംഭവിച്ചിരുന്നത്, വാഴകൃഷിക്കും ഒക്കെ സംഭവിച്ചത് എന്നൊന്ന് കാട്ടിക്കൊടുക്കൂ. അതിനുശേഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്താണ് ഇതിന്റെ കാരണം? ഒരു കൂട്ടം ലഹരി സംഘങ്ങളുടെ പ്രവൃത്തിയാണ് പ്രേക്ഷകരെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഴകൃഷിയുടെയും ഇതിന്റെയൊക്കെ അവസ്ഥ. അരുൺ സോളമൻ ഇത് വിശദീകരിക്കും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ നിൽക്കുന്ന നെയ്യാറ്റിങ്ങര ഈ തൊഴുക്കൽ ഭാഗത്താണ് ഇത്തരത്തിൽ വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. 6 കർഷകർ കഴിഞ്ഞ 30 വർഷമായിട്ട് 4.5 ഏക്കറോളം ഭൂമി പാട്ടത്തെടുത്താണ് കൃഷി ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഈ കർഷകർക്ക് ഈ അടുത്ത ഒരു മാസമായി ഇത്തരത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളൊരു പരാതി നെയ്യാറ്റിങ്ങര പോലീസിന് മുന്നിൽ 5 പരാതികളാണ് നൽകിയത്. ഈ പരാതിക്ക് പിന്നിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട കഞ്ചാവ് കച്ചവടക്കാരനായിട്ടുള്ള ഈ തൊഴുക്കൽ പുന്നക്കാട് സ്വദേശിയായിട്ടുള്ള ബിജു, ഇദ്ദേഹത്തിന്റെ കീഴിൽ രാത്രി കാലങ്ങളിൽ ഈ പാടത്ത് ഇറങ്ങുകയും കുറച്ച് ചെറുപ്പക്കാരടക്കമുള്ളവർ ഇതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം ഒരു വിൽപ്പനക്കാരൻ കൂടിയാണ്. ഈ രാത്രി കാലങ്ങളിൽ വന്ന് ഈ വാഴകളെയും അതുപോലെ തന്നെ മരിച്ചിനിയെ പിഴുതെറിയുന്ന ഒരു സ്വഭാവമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇത് ഒരു സാമൂഹ്യ വിരുദ്ധർ സാധാരണ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കഞ്ചാവ് മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുന്ന ഒരു പ്രധാന താവളമാക്കി പാടങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് വ്യാപകമായി നാശനഷ്ടമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം നോക്കി അറിയാൻ പറ്റും, ഈ വാഴകളെ ചവിട്ടി ഇട്ട് ഈ മെതിച്ചു പോയിരിക്കുകയാണ്. സാധാരണ കാട്ടുപന്നിയൊക്കെ ചെയ്യുന്ന മൃഗങ്ങളാണ് കർഷകർക്ക് ശല്യമായി മാറുന്നത്. പക്ഷേ ഇത് അവരുടെ ജീവിതത്തിലെ കഴിഞ്ഞ 30 വർഷമായി അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു. അവർ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും നമുക്കാരും ഇവരുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ചേട്ടാ, ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നോ? ഞാൻ കഴിഞ്ഞ 15 ദിവസമായി ഒരു പരാതി, മാർച്ച് 25-ാം തീയതി നെയ്യാറ്റിൻകര പോലീസിൽ പരാതി കൊടുത്തു. അന്ന് എനിക്ക് കുറെ മരിച്ചിനിയാണ് പിഴുതു മാറ്റിയത്. 200 കൂടോളം മരിച്ചിനി പിഴുതെറിഞ്ഞു. അപ്പോൾ ഇന്ന് വരെ പോലീസ് വരെ തിരിഞ്ഞു നോക്കുക ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പ്രതിയുടെ പേര് വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇയാള് ഒരു കഞ്ചാവ് കച്ചവടക്കാരനാണ്. ഇയാള് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ കർഷകരെ കരയിൽ കയറ്റി വിട്ടാൽ അവർക്ക് യഥേഷ്ടം കഞ്ചാവ് വിൽക്കാനും ചാരായം ബിസിനസ് നടത്താനും സൗകര്യം കിട്ടും. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. പോലീസിന് കൊടുത്ത പരാതിയുടെ കാപ്പി ഇരിക്കുകയാണ്. ചേട്ടാ, ഈ പ്രതി മുൻപും ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തായിരുന്നു സംഭവം? അത് പുന്നക്കാട് ബാബു എന്ന് പറയുന്ന പാർട്ടിയെ തലക്കടിച്ച് വീഴ്ത്തിയത് വീട്ടിൽ. ചേട്ടൻ എന്താണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്? 26 മൂട് വാഴ ഇതുപോലെ ചവിട്ടി ഓടിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ അന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസിനാണ് പരാതി നൽകിയത്. അതെ, ഈ ദിവസം തന്നെ. മറ്റു മൃഗങ്ങളുടെ ശല്യം എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരും ഇവരുടെ കൂടെയുള്ളവരുമാണ് ഇത് ചെയ്യുന്നത്. ചേട്ടൻ എന്താ സംഭവിച്ചത് ശരിക്കും? എനിക്ക് ഒരു 15 ദിവസത്തിന് മുമ്പ് എന്റെ ഒരു 26 മൂട് വാഴ ചവിട്ടി മതിച്ചു കളഞ്ഞു. വാഴ മാത്രമാണോ? വാഴ ഇന്നലെ 3 ദിവസത്തിന് മുമ്പ് എനിക്കൊരു 10-40 മരിച്ചിനി വലിച്ചു പിഴുതു കളഞ്ഞു. 4 മാസം മരിച്ചിനി, 4 മാസം പരിമമായ മരിച്ചിനി വലിച്ചു പിഴുതു. വിളവെടുക്കാറായിട്ടില്ല. വിളവെടുക്കാറായിട്ടില്ല. അത് ഉപയോഗത്തിനുള്ള മരുന്നല്ല, നമ്മൾ ഇതിലെടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഇവരുടെ സ്വഭാവം. അറസ്റ്റ് വാറന്റ് കേസിലെ പ്രതിയാണ്, അറസ്റ്റ് വാറന്റ് ഉള്ള പ്രതിയാണ്. എന്നിട്ട് പോലും പോലീസ് തിരിഞ്ഞു പോകുന്നില്ല. നെയ്യാറ്റിൻകര പോലീസിന്റെ എത്ര പരാതിയാണ് കൊടുത്തേ? ഞങ്ങളിപ്പോ 5 പരാതി കൊടുത്തിട്ടുണ്ട്. കർഷകർ 5 പരാതി കൊടുത്തിട്ടുണ്ട്. അരുണേ, ഇത് കർഷകരോടാണ് കളി. അറസ്റ്റ് വാറന്റ് ഉണ്ട്. അപ്പൊ ഈ സംഘത്തെ പൂട്ടാൻ പറ്റൂല. 5 പരാതികളാണ് നിലവിൽ. അരുൺ, ഈ 4.5 ഏക്കർ ഭൂമിയുണ്ട്. നമ്മളിവിടെ വന്ന് 1 മണിക്കൂർ എടുത്താണ് ഈ പല സ്ഥലങ്ങളിലായി പോയത്. പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. മരിച്ചിനിയൊക്കെ വിളവെടുക്കാറായി പോലും നമ്മൾ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് പിഴുതെറിയുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് നമുക്ക് ഒരു വൈകൃതമായിട്ടുള്ള ഒരു മനോഭാവമായിട്ട് വേണം നമുക്ക് കാണാൻ. വൈകൃതമായ ഒരു മനസ്സിന്റെ ഉടമയായിരിക്കണം. രാത്രി കാലങ്ങളിൽ കഞ്ചാവ് വലിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിന് പുറമെ മദ്യപിക്കുകയും ചെയ്യുമെന്ന് ഈ കർഷകർ പറയുന്നു. സാധാരണ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ശല്യം ഒരു കാട്ടുപന്നിയായിരുന്നു. അത് ഈ തുടക്കത്തെ കാലത്ത്. പക്ഷെ ആ കാട്ടുപന്നി ചത്തുപോയി എന്ന് പറയുന്നത്. അതിനുശേഷം ഇത്തരത്തിലൊരു
ഒരു മനുഷ്യ ലഹരിയും വലിച്ചു കയറ്റിയിട്ട് ഇതേപോലെ താങ്ക് യു അരുൺ. ഒരു വിഭാഗം കർഷകരുടെ ജീവിതത്തിലാണ് കയറി കളിച്ചിരിക്കുന്നത്. കാട്ടുപന്നിയൊക്കെ എത്ര ഭേദമാണ്. ഈ ലഹരി അടിച്ചു കയറ്റിയിട്ട് ഇതേപോലെ മരച്ചീനിയും വാഴക്കൃഷിയും ഒക്കെ നശിപ്പിക്കുമ്പോൾ ആ കർഷകരുടെ എത്ര നാളത്തെ അധ്വാനമാണ് പോകുന്നത്. അതും വിളവൊന്നും എടുക്കാറായിട്ടില്ല. അതിന് മുമ്പ് തന്നെ രാത്രി പോയിട്ട് ഇതൊക്കെ വലിച്ചു പിടിച്ച് കളയുക, വാഴയൊക്കെ വെട്ടി നശിപ്പിക്കുക. എത്രയും പെട്ടെന്ന് ചങ്ങലേക്ക് ഇടണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നാട്ടുകാരോട്. അയാളെയൊന്നും അധികകാലം നാട്ടിലിങ്ങനെ തുറന്നു വിടാൻ പാടില്ല. ഇതേപോലുള്ള സാധാരണക്കാരായ മനുഷ്യർ, പ്രായം ചെന്ന മനുഷ്യരല്ലേ, എത്ര മണ്ണുമായിട്ട് അധ്വാനിക്കുന്ന മനുഷ്യരാണ്. അവരുടെയൊക്കെ വലിയ സ്വപ്നമല്ലേ ആ വാഴയും ഈ മരച്ചീനിയും എല്ലാം. അതിനെയാണ് ഈ ലഹരിക്കാരൻ പോയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. കഷ്ടമാണ് എന്ന് നമുക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർ.